ഹലോ, വെൽക്കം ബാക്ക് ടു സ്കൂൾ ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മാത്സിലെ ഒന്നാമത്തെ യൂണിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് പേര് ലെറ്റ്സ് ഡ്രോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ പിക്ചേഴ്സ് കാണാം അല്ലേ? ഡിഫറെൻറ്റ് ഷേപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ പിക്ചേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യൂണിറ്റിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കുക. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. അപ്പോൾ അനുവും സുബിയും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആൻഡ് ദെയർ സ്കൂൾ ഈസ് ഡെക്കറേറ്റഡ് ഫോർ ദ വെൽക്കം ഫെസ്റ്റ്. അവരുടെ സ്കൂള് വെൽക്കം ഫെസ്റ്റിന് പ്രവേശനോത്സവത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. കളർ ദ ഫെസ്റ്റ്യൂൺ ആൻഡ് മേക്ക് ദ പിക്ചർ പ്രെറ്റിയർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫെസ്റ്റ്യൂണിന് നല്ല കളറൊക്കെ കൊടുത്ത് പ്രെറ്റി ആക്കണം. അപ്പോൾ കൊടുക്കേണ്ട കളറൊക്കെ അവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താ? കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റ്യൂൺ. ഫെസ്റ്റ്യൂണിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഷേപ്പ് അല്ലേ? ആ ഷേപ്പുകളുടെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്, ആ ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഷേപ്സ്? ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? കറക്റ്റായിട്ട് അത് എണ്ണുക. അപ്പോൾ അത് എണ്ണുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നും വിട്ടുപോകാതെ എണ്ണി എഴുതാം. Then next നോക്കുക, greeting card. വിധു is a new student in this year. The other wants to make him a greeting card. അപ്പോൾ വിധു എന്ന് പറയുന്നത് ഒരു പുതിയ കുട്ടിയാണ് സ്കൂളിലെ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് വേണം? they wanted to make him a greeting card. അവനൊരു greeting card കൊടുക്കണം. സുബി and others are drawing pictures and sticking dot to make ഇറ്റ് പ്രെറ്റിയർ. അപ്പോൾ സുബിയും മറ്റുള്ളവരും എന്ത് ചെയ്യുന്നത്? കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് അത് ഭംഗിയാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ആ ഡോട്ടൊക്കെ വെച്ച് പ്രെറ്റിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദെൻ ദർ ഈസ് 1 dot in the picture. How many more of the same size can you fix around it? Can you guess? അത് നിങ്ങൾ ഗസ് ചെയ്ത് എഴുതേണ്ടതാണ്. എത്ര എണ്ണം ആയിരിക്കും ഒട്ടിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ ഗസ് ചെയ്ത് എഴുതേണ്ടതാണ്. വെൻ ഹൗ മെനി ഡോട്ട് കുഡ് ഐ ആക്ച്വലി ഫിറ്റ്? എത്ര എണ്ണം ശരിക്കും എനിക്ക് ഇതിന് ചുറ്റും വരക്കാൻ പറ്റും? അപ്പോൾ സെയിം സൈസിൽ എത്ര എണ്ണം ഇതിന് ചുറ്റും, ഈ ഒരു ഡോട്ടിന് ചുറ്റും വരക്കാൻ പറ്റും എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയിട്ട് തന്നെ ചെയ്യാം. Then next, can you draw? See the picture made with circle. Can you color it? അപ്പോൾ ഈ ഒരു പിക്ചറിന് സർക്കിൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്. അതിനെ നിങ്ങൾക്ക് കളർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഡ്രോ അനദർ പിക്ചർ യൂസിങ് സർക്കിൾസ്. ഇതേപോലെ സർക്കിൾസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു പിക്ചർ വരക്കാൻ പറ്റുമോ? നമുക്ക് എങ്ങനെ വേണം വരക്കാം അല്ലേ? വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ആൻഡ് നമുക്കെന്ത് പറയാം? ഇതൊരു ഇങ്ങനെ വരക്കാം. അല്ലെങ്കിലോ നമുക്ക് നമുക്ക് എങ്ങനെ വരക്കാം? നമ്മൾ ഫ്ലവറിനെ വരയ്ക്കലില്ലേ? റൗണ്ട് മാത്രം വരച്ച്. ഇതിപ്പോൾ കൃത്യമായിട്ട് ബുക്കിലൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ചിത്രം ഇങ്ങനെ ആവുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരക്കാം. ദെൻ ഹൗ ഡിഡ് യു ഡ്രോ ദ സർക്കിൾ? നിങ്ങൾ എങ്ങനെയാണ് സർക്കിൾ വരച്ചത്? എനി അതർ വേസ് ടു ഡ്രോ സർക്കിൾ? സർക്കിൾ വരക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? നമുക്ക് കോയിൻ യൂസ് ചെയ്യാം അല്ലേ? കോയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വരക്കാം. പിന്നെയോ ബാംഗിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരക്കാം. അതുപോലെ തന്നെ ക്യാരം ബോർഡിൻ്റെ കോയിൻ ഉപയോഗിച്ച് നമുക്ക് വരക്കാം. ദെൻ വിധു ലൈക്ഡ് ദ കാർഡ് ഷേപ്സ് ഇൻ എ ബോട്ട്. വിധു ലൈക്ഡ് ദ കാർഡ്. അപ്പോൾ അവർ കൊടുത്ത കാർഡ് അവന് ഇഷ്ടമായി. ആൻഡ് ഹി ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. അവൻ എന്ത് ചെയ്തു? അതാ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പേപ്പർ ബോട്ട് അവന് നൽകി. അൺഫോൾഡ് ദ ബോട്ട്. വാട്ട് ഷേപ്പ് ഡു യു സീ? റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദ ടേബിൾ. അപ്പോൾ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ബോട്ട് അൺഫോൾഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ഷേപ്സ് ഏതൊക്കെയാണ്? റെക്റ്റാങ്കിളും അതുപോലെ തന്നെ പിന്നെ ഏതാ കിട്ടിയത്? ട്രയാങ്കിളും ആണ്. ഇനി ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പേപ്പർ കൊണ്ട് ഇതുപോലെ ബോട്ട് ഉണ്ടാക്കി അൺഫോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എത്ര റെക്റ്റാങ്കിൾസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്? 1 2 അല്ലേ? ആ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര റെക്റ്റാങ്കിൾസാണ് കിട്ടിയത്. 1 2 അല്ലേ? 2. ഇനി എത്ര ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്? 2 വലിയ ട്രയാങ്കിൾസും 4 ചെറിയ ട്രയാങ്കിൾസും അല്ലേ? അപ്പോൾ 1 2 3 4 5 6. ഓക്കെ.
Then Anu unfolded the boat and cut along the fold. See how she pasted the pictures, the shapes in her notebook. അപ്പോൾ അനു എന്ത് ചെയ്തു, അതിനെ അൺഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിലേക്കൂടെ ആ മടക്കിയ ഭാഗത്തേക്കൂടെ മുറിച്ചു. അപ്പോൾ അവൾക്ക് കുറേ ഷേപ്സ് കിട്ടി. ആ ഷേപ്സിനെ കൊണ്ട് അവൾ ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ചെയ്ത് നോട്ട്ബുക്കിൽ ഒട്ടിക്കാവുന്നതാണ്. Then let's make shapes. കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിനെ മുറിക്കുക. അപ്പോൾ പേപ്പർ കൊണ്ട് നിങ്ങൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക, അതിൻ്റെ ചിത്രത്തിൽ കാണുന്ന പോലെ മുറിക്കുക. ദെൻ കട്ട് ഇറ്റ് ഇൻ ടു 2 പീസ് ആസ് ഇൻ ദ പിക്ചർ. പിക്ചറിൽ കാണുന്ന പോലെ അതിനെ മുറിക്കുക. ആൻഡ് ജോയിൻ ദ പീസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് ഷേപ്പ് ക്യാൻ യു മേക്ക്? അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്ത് വിവിധ ഷേപ്സ് ഉണ്ടാക്കുക. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. Then next, let's make shapes. Anu and friends are making rectangles and triangles with ഈർക്കിൽ ബിറ്റ്സ്. അപ്പോൾ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് അനുവും ഫ്രണ്ട്സും എന്താ ചെയ്യുന്നത്, അവർ റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കുകയാണ്. യൂസ് 24 ഈർക്കിൽ ബിറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. അപ്പോൾ റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കാൻ വേണ്ടി 24 ഈർക്കിൽസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ റൈറ്റ് ദെയർ നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ഈ തന്ന ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര ട്രയാങ്കിൾസും എത്ര റെക്റ്റാങ്കിൾസും ഉണ്ടാക്കിയെന്ന് എഴുതണം. അപ്പോൾ 24 ഈർക്കിൾസ് ആണ് ആകെ ഉള്ളത്. 24 ഈർക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ 24 ഈർക്കിൾസ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്, 3 സൈഡ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ 24 ഈർക്കിൾസ് ആവുമ്പോൾ 3 ഈർക്കിൽ വെച്ച് എത്ര എണ്ണം വേണ്ടി വരും, 8 ട്രയാങ്കിൾസ് നമുക്ക് 24 ഈർക്കിൾസ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി റെക്റ്റാങ്കിൾ ആണെങ്കിലോ, റെക്റ്റാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്, 4 സൈഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ 4 സൈഡ് ആണെങ്കിൽ 24 ഈർക്കൽ കൊണ്ട് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും, 6 റെക്റ്റാങ്കിൾസ്. ദെൻ ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എ റെക്റ്റാങ്കിൾ ഹിയർ. അവിടെ ട്രയാങ്കിളും റെക്റ്റാങ്കിളും വരക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ. ഇതിപ്പോൾ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ സ്കെയിൽ വെച്ച് നല്ല ഭംഗിയിൽ തന്നെ വരക്കുക, വളയാതെ വരക്കുക. ദെൻ ഹൗ മെനി ഇർക്കിൽ ബിറ്റ്സ് ഡിഡ് യു സീ ടു മേക്ക് എ റെക്റ്റാങ്കിൾ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ റെക്റ്റാങ്കിൾ എത്ര സൈഡാ, 4 സൈഡല്ലേ. അപ്പോൾ എത്ര ഇർക്കിൾസ് വേണം, 4 ഇർക്കിൾസ് ഇസ് നീഡഡ്. ദെൻ ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഉണ്ടാക്കാനോ എത്രയാണ് വേണ്ടത്, ട്രയാങ്കിൾ എത്രയാ സൈഡ്, 3 സൈഡല്ലേ. അപ്പം 3 ഇർക്കലല്ലേ വേണ്ടത്. ദെൻ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. പിക്ചർ ഇൻ ദ ടൈൽസ്. The Gram Panchayat has made a smart classroom for the school and the floor is tiled. Isn't it nice? അപ്പോൾ അവിടെ ഒരു ടൈലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ടൈൽ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടും പറയുന്നത് എന്താ, ഇതേപോലെ ഈ ഡോട്ട്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളും പുതിയ ഒരു ഡിസൈൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത്, ഡോട്ട്സിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്കിങ്ങനെ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് സ്കെയിലൊക്കെ വരച്ച് കൃത്യമായിട്ട് വരക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ദെൻ വാട്ട് ഷേപ്പ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് എലോങ് ദ ഡോട്ടഡ് ലൈൻ? അവിടെ ABC എന്ന് പറഞ്ഞിട്ട് 3 പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ കട്ട് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്താൽ ഏതൊക്കെ ഷേപ്സ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു സ്ക്വയറാണ്. സ്ക്വയറിനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 എന്താ കിട്ടുക, 2 ട്രയാങ്കിൾസ് അല്ലേ. 2 ട്രയാങ്കിളിനെയാണ് കിട്ടുക. അത് ആ സ്പേസിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇനി ബിയോ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ റെക്റ്റാങ്കിളാണ് കിട്ടുക. ഇനി അടുത്തതോ, റെക്റ്റാങ്കിളിനെ 2ആയി ഡിവൈഡ് ചെയ്താലും നമുക്ക് റെക്റ്റാങ്കിൾ തന്നെയാണ് കിട്ടുക. ദെൻ ടിക്ക് ദോസ് യു കാൺട്ട്. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ കട്ട് ചെയ്താൽ ട്രയാങ്കിൾ കിട്ടാത്തത് ഏത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് വരച്ചു നോക്കാം. ഇവിടെ എന്താ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ മുറിച്ചാൽ ട്രയാങ്കിൾ
കിട്ടും. ഇനി നമ്മൾ സ്ക്വയറിനെയാണ് മുറിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയറിനെയാണ് മുറിക്കുന്നതെങ്കിലും നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. ഇനി ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? റെക്റ്റാങ്കിളിനെയും ഈ കോർണറിൽ നിന്ന് ഇപ്പുറത്തെ കോർണറിലേക്ക് മുട്ടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2 ട്രയാങ്കിൾസ് കിട്ടും. ഇവിടെ മുട്ടിച്ചാലോ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? 2 ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ ഈ സർക്കിളോ അതും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ട്രയാങ്കിൾസ് കിട്ടാത്തത്? ബി ആൻഡ് ഇ. ദെൻ വാട്ട് കം നെക്സ്റ്റ്? അടുത്തത് എന്താ? പാറ്റേൺ ആണ് അല്ലേ? പാറ്റേൺ നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ നോക്കുക, എന്തായാലും ഒരു റെക്റ്റാങ്കിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനിയോ അതിൻ്റെ സൈഡിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ആദ്യത്തേൽ എവിടെയാ? ഈ സൈഡിൽ. രണ്ടാമത്തേൽ ഇപ്പുറത്തെ സൈഡിൽ. മൂന്നാമത് ഇപ്പുറത്തെ സൈഡിൽ. അടുത്തത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വരക്കുക. ദെൻ അടുത്തതോ? അടുത്തത് ട്രയാങ്കിൾ ആണ്, ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിൽ, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ, പിന്നെ ഇവിടെ. അടുത്തത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ വരച്ചു കൊടുക്കാം. ഇനി അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ സ്വന്തമായി പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിനി സ്വന്തമായിട്ട് വരക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ വരക്കാം അല്ലേ? അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ മേലെ വരച്ചു, രണ്ടാമത് നമ്മൾ ഈ സൈഡിലോട്ട് വരച്ചു, മൂന്നാമത് നമ്മൾ താഴെ വരച്ചു, നാലാമത് എവിടെയായിരിക്കും? ഇപ്പുറത്തെ സൈഡിലായിരിക്കും. ഇങ്ങനെ പാറ്റേൺസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഷേപ്സ് അറൗണ്ട് അസ്. സീ ദ പിക്ചർ. ഡു യു സീ എനി ഫെമിലിയർ ഷേപ്സ്? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ അതിലെന്താ? അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ ചെയ്യിക്കുന്നത്? ഡു യു സീ എനി ഫെമിലിയർ പിക്ചർ? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പിക്ചർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ആ കോളത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാ? ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ട്രയാങ്കിൾ ഉണ്ട്. പിന്നെയോ റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ സർക്കിളും ഉണ്ട്. അപ്പോൾ അത് ആ കോളത്തിൽ എഴുതിയാണ് വേണ്ടത്. അപ്പോൾ ദീസ് ആർ ദ ഷേപ്സ്. ഇനി അടുത്ത് നോക്കിയേ. ഡു യു സീ എനി സച്ച് ഷേപ്പ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ? റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സ്കൂൾ പരിസരത്ത് നിങ്ങൾ ഈ ഷേപ്പുകൾ എവിടെയും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതൊക്കെ ഒബ്ജക്റ്റാണ് ഈ ഒരു ഷേപ്പിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള എന്തൊക്കെയുണ്ട് നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ പരിസരത്ത്? റെക്റ്റാങ്കിളിലുള്ള നമ്മുടെ ബുക്ക് ഉണ്ട് അല്ലേ? ബുക്കിൻ്റെത് എന്തായിരിക്കും? റെക്റ്റാങ്കിൾ. പിന്നെയോ ഷെൽഫ് ഉണ്ട്, ബോർഡുണ്ട്, പിന്നെ ഡെസ്ക് ഉണ്ട് അല്ലേ? ഇങ്ങനെ ഒരുപാട് ഉണ്ട്. ഇനി ട്രയാങ്കിൾ ഷേപ്പിലോ? ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മുടെ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അംബ്രല്ലയ്ക്ക് നമുക്ക് എന്ത് പറയാം? ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റ്യൂൺസ് അല്ലേ? നമ്മൾ അലങ്കാരമായി തൂക്കുന്നത് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ കാണുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കോൺ, അതുപോലെ തന്നെ പിന്നെന്താ ഐസ്ക്രീമിൻ്റെ കോൺ ഉണ്ട്. അതുപോലെ തന്നെ ചീസിൻ്റെ ഷേപ്പ്, പിസ്സ, ഇതിൻ്റെ ഒക്കെ ഷേപ്പ് എന്താ? ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് ഈ അംബ്രല്ലയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ കാണുന്നത് അംബ്രല്ലാസും അതുപോലെ തന്നെ ഫെസ്റ്റ്യൂൺസും ഒക്കെയാണ്. ദെൻ അടുത്തത് സർക്കിൾ. സർക്കിൾ ഷേപ്പിലുള്ളത് എന്തൊക്കെയാ? പ്ലേറ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ കുട്ടികളുടെ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ക്ലോക്ക് ഉണ്ട്, നമ്മുടെ ക്ലാസ് റൂമിലുള്ള ക്ലോക്ക് ഉണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ ടോപ്പ് ഉണ്ട്, ബോട്ടിൽ ടോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള. ഇനി ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ സ്കൂൾ പരിസരത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് വുഡൻ ഷേപ്പ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. അപ്പോൾ മരക്കട്ട കൊണ്ട് അനുവിൻ്റെ ഫ്രണ്ട്സും ഷേപ്സ് ഉണ്ടാക്കുകയാണ്. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് ഗെയിംസ്. ഹൂ മേഡ് ദ ഹയസ്റ്റ് സ്റ്റാക്ക്? അപ്പോൾ നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് സം ഒബ്ജക്റ്റ് ഷേപ്പ് ലൈക്ക് റെക്റ്റാങ്കുലർ, ബ്ലോക്ക് ആൻഡ് ബോൾസ്. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ പേര് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതാം നമുക്ക്? ബ്രിക്ക് അല്ലേ? ബ്രിക്ക്, ഇഷ്ടിക എന്താണ്? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. പിന്നെയോ
വുഡൻ ബ്ലോക്ക്, മരക്കട്ട എങ്ങനെയുള്ളതാ? വുഡൻ ബ്ലോക്കും എങ്ങനെയുള്ളതാണ്? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. ദെൻ മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണ്? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. ദെൻ നെക്സ്റ്റ്, ഇനി ബോൾ ഷേപ്പിലുള്ള എന്തൊക്കെയാണുള്ളത്? നമ്മുടെ ബോൾ, ക്രിക്കറ്റ് ബോള്, ദെൻ ഫുട്ബോള്. പിന്നെ നമ്മുടെ ബൾബ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബൾബ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൾബ് എങ്ങനെയുള്ളതാ? ഈ ഒരു ഷേപ്പിലല്ലേ? ഇനി നമ്മുടെ ഈ ബ്രിക്ക് ഈസ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അതുപോലെ തന്നെ ബോൾ ഈസ് എ സ്പിയർ. ബോളിന് എന്താ പറയുക നമ്മൾ? സ്പിയർ എന്നാണ് പറയുക. ദെൻ അടുത്തത് വെജിറ്റബിൾ പ്രിൻറ്റിങ് നോക്കാം. Vidhu made a vegetable printed tablecloth for the work experience contest. He used okra, carrot, potato and onion to make it. Can you too make such prints? വിധു ഉണ്ടാക്കിയിട്ടുള്ള, കോമ്പറ്റീഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.